അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ വറുത്ത് കോരിയിട്ട് ബാക്കി വന്ന നെയ്യ് ബിരിയാണി ചെമ്പിലേക്ക് ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പം കുഞ്ഞിതായിട്ട് കൊത്തിയരിഞ്ഞ സവാള അതിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് ഒന്ന് നല്ലപോലെ ക്രഷ് ചെയ്തതും രണ്ടും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി അത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരിക്കോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് മസാലയായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ച് ചിക്കൻ ഇടുക. എന്നിട്ട് അതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ട് 2 മുറി നാരങ്ങയും കൂടെ പിഴിയുക. അതുകളും ഒന്ന് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ തവണ മസാലയും ഇതൊക്കെ ഇടുമ്പോഴും ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാൻ പാകത്തിന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പം അതിലേക്ക് ഒരുവിധം ഒന്ന് വെന്ത് കഴിയുമ്പം നെയ്യിൽ വറുത്ത് കോരിയതാട്ടോ ആ സവാള ഒന്ന് പൊടിച്ച് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ചിക്കൻ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് നല്ല പുളിയില്ലാത്ത കട്ടത്തൈരാട്ടോ. തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് അത് അടച്ചു വെച്ച്, വെള്ളമൊന്നും ഒഴിക്കേണ്ട, അടച്ചു വെച്ച് ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തക്കാളി പേസ്റ്റ് ആക്കിയതാട്ടോ. തക്കാളി പേസ്റ്റ് ആക്കിയതിട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു. എന്നിട്ട് അതും അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുത്തു. ആ ചിക്കൻ നല്ല പൂ പോലെ വേണം കേട്ടോ. ഇക്കാക്ക് അങ്ങനെ പറയാം. ചിക്കൻ നല്ല പൂ പോലെ വെന്തിട്ട് കാലൊക്കെ എടുക്കുമ്പോൾ നല്ല കുടയാൻ നേരത്ത് അതിൽ നിന്ന് ചിക്കൻ കിട്ടണം. അതുപോലെ വേവിച്ചെടുക്കാം. ആ ഗ്രേവി നല്ല പോലെ പറ്റിച്ചെടുക്കണം. അടുത്ത് നമുക്ക് റൈസ് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു. പിന്നെ എടുത്തു വെച്ചിരുന്ന സ്പൈസസ് പട്ട, ബേ ലീഫ്, കരയാമ്പൂ, പിന്നെ ഏലക്ക, അതിൻ്റെ കൂടെ തന്നെ കൊത്തി വെച്ച സവാളയും കൂടി കുറച്ചിട്ടിട്ട് അത് നല്ലപോലെ ആ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ കഴുകി വാരി വെച്ച് അരി അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ആ വെള്ളമൊക്കെ പറ്റണ രീതിയിൽ വറുത്തെടുക്കുക. അത് വറുത്ത് കഴിയുമ്പം ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ നല്ലപോലെ ആ വെള്ളം വലിഞ്ഞ് പോകാൻ പാകത്തിന് വറുത്തെടുത്തിട്ട് അതിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിക്കുക. ആവശ്യത്തിന് അരിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. കറക്റ്റ് വേവാകുമ്പോൾ തുറന്ന് നമ്മൾക്ക് ദമ്മിടാം. അപ്പോൾ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസും കൂടെ ചേർത്ത് അത് ഒന്ന് ലെവലാക്കി വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ആ സവാളയൊക്കെ നല്ലപോലെ പിശുക്ക് കാണിക്കണ്ട കേട്ടോ, നല്ലപോലെ തന്നെ ചേർക്കാം. കാരണം നെയ്ച്ചോറിൽ നിന്നും ബിരിയാണിയിൽ നിന്നൊക്കെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തതും കൂടിയിട്ട് ഇനി നമുക്ക് ദം ചെയ്യാം. മൈദ ഒട്ടിക്കലൊക്കെ വലിയ ടാസ്ക് ആയതുകൊണ്ട് അലുമിനിയം ഫോയിൽ പേപ്പർ ആട്ടോ യൂസ് ആക്കിയത്. അത് വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്തു. ഒട്ടും എയറൊന്നും കയറാത്ത രീതിയിൽ നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ട് അപ്പച്ചട്ടി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ബിരിയാണി ചെമ്പ് വെച്ചു. എന്നിട്ട് കനൽ അതിൻ്റെ മേലേക്കൂടെ ഇട്ടു. ബിരിയാണി ചെമ്പ് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മണം വരും മോളെ. എന്നിട്ട് ബിരിയാണി പൊട്ടിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനും റൈസും എല്ലാം കൂടെ മിക്സാകാൻ പാകത്തിന് ഒന്ന് നല്ല പോലെ ഇളക്കിയെടുത്തിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കുറേ മസാലകളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ എന്തോരം വേണമെങ്കിലും കഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് സലാഡും പുളിങ്കറിയും കൂടെ ഉണ്ടെങ്കിൽ ബോണസുമായി.